ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ കുതിര സവാരിയൊക്കെ കഴിഞ്ഞ് സാത്തിനെയും കൊണ്ടൊരു പാർക്കിലൊക്കെ പോയി അവനവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് നമ്മൾ എത്തിയിരിക്കുന്നത് സെൻറ്റ് ഫിലോമിന കത്തീഡ്രൽ ചർച്ചിലേക്കാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കത്തീഡ്രലുകളിൽ ഒന്നാണ് മൈസൂരിലെ സെൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രൽ. ഏകദേശം 250 വർഷത്തിലധികം പഴക്കമുണ്ട്. 1799 മൈസൂർ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണത്തിൽ നിന്നും മൈസൂരിലേക്ക് മാറ്റി. ഇതോടെ ധാരാളം ബ്രിട്ടീഷ് പട്ടാളക്കാരും ഉദ്യോഗസ്ഥരും മൈസൂരിലേക്ക് വന്നു. എല്ലാവർക്കും വേണ്ടി ഒരു പള്ളി പണിയണമെന്ന് തോന്നിയ മഹാരാജ കൃഷ്ണരാജ വോഡയാർ മൂന്നാമൻ മൈസൂർ ബാംഗ്ലൂർ റോഡിൽ സ്ഥലം അനുവദിക്കുകയും അവിടെ ചെറിയ പള്ളി പണിയുകയും ചെയ്തു. കാലക്രമേണ നഗരം വികസിച്ചു. നഗരത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യയും വലിയ പള്ളി വേണമെന്ന ആവശ്യകതയും ഇതോടുകൂടി ഉയർന്നു വന്നു. 1933 മഹാരാജ കൃഷ്ണരാജ് വോഡയാർ നാലാമൻ പുതിയ പള്ളിക്ക് അടിത്തറയിട്ടു. ഡാലി എന്ന ഫ്രഞ്ചുകാരനാണ് പള്ളിയുടെ രൂപകൽപ്പന തയ്യാറാക്കിയത്. ഈ പള്ളിയിലാണ് സെൻറ്റ് ഫിലോമിനാസിൻ്റെ തിരുശരീരം സൂക്ഷിക്കുന്നത്. ഈ ഒരു ചർച്ചിനെക്കുറിച്ച് പറയുമ്പോൾ 13 വയസ്സുകാർ നേരിട്ട ക്രൂരപീഡനങ്ങളുടെ കഥ കൂടി പറയേണ്ടിയിരിക്കുന്നു. ഗ്രീസിലെ ഒരു ചെറിയ രാജവംശത്തിലായിരുന്നു ഫിലോമിനയുടെ ജനനം. ഏറെ കാലത്തോളം കുട്ടികളുണ്ടാകാതിരുന്ന രാജാവിനും രാജ്ഞിക്കും പ്രാർത്ഥനകൾക്കൊടുവിൽ ലഭിച്ച കുഞ്ഞ്. ചെറുപ്പം മുതൽ തന്നെ നല്ലപോലെ ദൈവഭക്തിയുള്ള ഒരു കുട്ടിയായിരുന്നു ഫിലോമിന. അവളുടെ 13-ാം വയസ്സിൽ തൻ്റെ രാജ്യം റോമിലെ ചക്രവർത്തി കീഴടക്കാൻ പോകുന്നു എന്ന വാർത്തയറിഞ്ഞതിനെ തുടർന്ന് പിതാവ് അവളെയും കൂട്ടി ചക്രവർത്തിയായിരുന്ന ഡയോക്ലിഷ്യനെ കാണാൻ വേണ്ടി പോയി. സുന്ദരിയായിരുന്ന ഫിലോമിനയിൽ കണ്ടപ്പോൾ അവളിൽ ആകൃഷ്ടനാവുകയും ഡയോക്ലിഷ്യൻ അവളെ വിവാഹം കഴിക്കണമെന്ന് പറയുകയുമുണ്ടായി. അവളുടെ മാതാവും പിതാവും കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഫിലോമിന അതിന് തയ്യാറായില്ല. അവൾ ദൈവപുത്രിയായി ജീവിക്കാനാണ് ആഗ്രഹമെന്നും കല്യാണത്തിന് താല്പര്യമില്ല എന്നും പറഞ്ഞു. ഇതിൽ ദേഷ്യം വന്ന ചക്രവർത്തി അവളെ വളരെയധികം പീഡനത്തിനിരയാക്കുകയും പിന്നീട് ശിരച്ഛേദനം നടത്തുകയും ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം സെൻറ്റ് ഫിലോമിനയുടെ തിരുശരീരം കണ്ടെത്തുകയും വാഴ്ത്തപ്പെടുകയുമാണ് ചെയ്തത്. ഇതാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു 13 വയസ്സുകാരിയുടെ കഥ. അങ്ങനെ നമ്മൾ പള്ളീൻ്റെ അകത്തൊക്കെ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. കുറച്ചധികം നേരം അവിടെ ഇരുന്നു. അടിപൊളിയാണ് പള്ളീൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അവിടെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും തന്നെ അലൗഡല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ റൂമിലേക്ക് പോകണം. അതിനിടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കണം. അങ്ങനെ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. നടക്കേണ്ട ദൂരേ ഉള്ളൂ റൂമിലേക്ക്. ഒരു 2 കിലോമീറ്ററായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് എവിടെയെങ്കിലും ഫുഡിൻ്റെ സ്പോട്ട് കണ്ടാൽ അവിടെ കയറി ഫുഡ് കഴിക്കാം, അതായിരുന്നു പ്ലാന്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു മാർക്കറ്റ് കണ്ടത്. പിന്നെ വണ്ടി അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ നമ്മൾ മാർക്കറ്റിലൂടെ നടക്കുകയാണ്. ചെറുതും വലുതുമായ ഒട്ടനവധി കടകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് നല്ല റേറ്റിൽ വിൽക്കുന്ന കടകൾ മുതൽ സാധാരണക്കാർക്ക് പറ്റിയ അഫോർഡബിൾ റേറ്റിൽ വിൽക്കുന്ന കടകൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ഈ നെക്ക് പീസ് കണ്ടോ, ഇതിന് 150 രൂപയാണ് വില. ആ തരത്തിലുള്ള നെക്ക് പീസുകൾ എനിക്ക് തോന്നുന്നു ഇവിടെ 500 മുതലായിരിക്കും സ്റ്റാർട്ടിങ് ഉണ്ടാവുക വില. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയെന്ന് നമ്മൾ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വാങ്ങാനൊന്നുമില്ല. ചുമ്മാ കാണുക, എല്ലാത്തിനും വില ചോദിക്കുക, ഇങ്ങ് പോരുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിലാണ് സാത്തി ചെമ്മരിയാടിനെ കണ്ടത്. അങ്ങനെ സാത്തി അതിനെ നോക്കി അവിടെ തന്നെ നിൽപ്പായി. പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവനെ അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ നടന്ന് നമ്മൾ ഡൊമിനോസിന് മുന്നിലേക്കെത്തി. ഇനി പിന്നെയും ഇങ്ങനെ അന്വേഷിച്ച് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കയറി നമ്മൾ ഡിന്നർ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഒരു പിസ്സയും അതേപോലെ തന്നെ ഗാർലിക് ബ്രെഡുമാണ് ഓർഡർ ചെയ്തത്. ഇതെന്ത് പിസ്സയാണെന്ന് എന്നോട് മറന്നുപോയി. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു ചെറിയ പീസേ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് പിസ്സ അത്ര ഇഷ്ടമല്ല. ഞാൻ ഈ ഗാർലിക് ബ്രെഡാണ് കഴിച്ചത്. ആ ഗാർലിക് ബ്രെഡ് അതിനോടൊരു ഈ ഒരു സോസ് കിട്ടിയതിനും അതിൽ മുക്കി തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതും കഴിച്ചു. അവർ രണ്ടുപേരും പിസ്സയും കൂടി കഴിച്ച് അന്നത്തെ ഡിന്നർ നമ്മൾ അവസാനിപ്പിച്ചു. അങ്ങനെ നമ്മൾ നടന്ന് നമ്മളെ റൂമിലേക്ക് എത്തി. ഇനി നമുക്ക് ഉറങ്ങണം. നമുക്ക് നാളെ രാവിലെ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു.
അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.